എന്റെ എല്ലാ ആരോഗ്യപ്രേമികൾക്കും നമസ്കാരം. നമ്മുടെ കിഡ്നി ഒരു ഫിൽറ്റർ പോലെയാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. കിഡ്നി എപ്പോഴും ആരോഗ്യത്തോടെ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്കും ആരോഗ്യം നേടുവാൻ സാധിക്കുകയുള്ളൂ. അതിനെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ട 5 ഭക്ഷണങ്ങളിൽ ഒന്നാമത്തേത് ആപ്പിൾ. ആപ്പിളിൽ സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ അംശമുള്ളതിനാൽ തന്നെയും കിഡ്നിക്ക് ഇത് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ കിഡ്നി പ്രശ്നമുള്ളവർ സ്ഥിരമായി ആപ്പിൾ കഴിച്ചാൽ മതിയാകും. ആപ്പിളിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉണ്ട്. ഇതിലൂടെ കിഡ്നിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. ഇതുമൂലം ബാക്ടീരിയകളെ തടയുവാനും സാധിക്കുന്നു. കൂടാതെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ, ഫൈബർ, മിനറൽസ് എന്നിവയെല്ലാം ശരീരത്തിന് നല്ല പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഇക്കാരണങ്ങളാൽ ആപ്പിൾ കഴിക്കുന്നത് വൃക്കയ്ക്കും വളരെ നല്ലതാണ്. രണ്ടാമത്തേത് കേൽ. ഇതൊരു തരം പച്ചിലയാണ്. ഇതിൽ പൊട്ടാസ്യത്തിന്റെ അംശം കുറവായതിനാൽ തന്നെയും കിഡ്നി തകരാറുള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, സി, കെ എന്നിവയും വൃക്കകളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നു. അതുമാത്രമല്ല, കാൽസ്യം ഉൾപ്പെടെയുള്ള മറ്റു ധാതുക്കളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഈ ഇലച്ചെടി പ്രമേഹ രോഗികൾക്കും വളരെ ഉത്തമമാണ്. മാത്രമല്ല, പ്രമേഹം വരാതിരിക്കുവാനും ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ കിഡ്നിയുടെ പ്രശ്നത്തിൽ നിന്നും മുക്തി നേടുവാൻ സാധിക്കും. മൂന്നാമത്തേത് മുള്ളങ്കി. ഇതൊരു ഡീറ്റോക്സ് നിറഞ്ഞ ഭക്ഷണമാണ്. കാരണം വേരുകളിൽ പൊട്ടാസ്യവും ഫോസ്ഫറസും കുറവാണ്. ഇത് വൃക്കകൾക്ക് നല്ലൊരു ഭക്ഷണമാണ്. ഇത് തീർത്തും ചിലവ് കുറഞ്ഞതാണ്. പച്ച മുള്ളങ്കിയേക്കാൾ വേവിച്ച മുള്ളങ്കിക്ക് താരതമ്യേന പൊട്ടാസ്യം കുറവാണ്. അതിനാൽ ഇത് വേവിച്ചു കഴിച്ചാൽ കിഡ്നിയുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും. നാലാമത് കോളിഫ്ലവർ. കിഡ്നിയുടെ പ്രശ്നങ്ങൾ തടയുവാൻ ഒരു ഉത്തമ പരിഹാരമാണ് കോളിഫ്ലവർ. കോളിഫ്ലവറിനെ ഒരു മികച്ച ഭക്ഷണം എന്ന് തന്നെ നമുക്ക് വിളിക്കാം. കാരണം ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളുവാൻ ഇത് സഹായിക്കുന്നു. കോളിഫ്ലവറിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി, ഫോളേറ്റ്, നാരുകൾ എന്നിവ വൃക്കകളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നുണ്ട്. കിഡ്നികളുടെ സുഗമമായ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ കോളിഫ്ലവർ ഒരു പ്രകൃതിദത്ത പരിഹാരം കൂടിയാണ്. അഞ്ചാമത്തേത് വെള്ളം. കിഡ്നിയുടെ ശരിയായ പ്രവർത്തനത്തിന് ധാരാളം വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം സ്ത്രീകൾ 8 ഗ്ലാസ് വെള്ളവും പുരുഷന്മാർ 13 ഗ്ലാസ് വെള്ളവും കുടിക്കണം. വെള്ളം കുടിക്കുന്നത് കുറവായാൽ നിർജ്ജലീകരണം മൂലം വൃക്ക തകരാർ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ കിഡ്നിയുടെ ആരോഗ്യത്തിന് വെള്ളം വളരെ പ്രധാനമാണ്. നമ്മുടെ വൃക്കയിൽ ജലാംശം കുറവാണെങ്കിൽ ശരീരത്തിലേക്ക് പെട്ടെന്ന് അസുഖം ബാധിക്കുവാൻ ഇടയാകും. ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ഓർമ്മയിൽ വെക്കണം. പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു വൈദ്യ ചികിത്സയ്ക്കും എതിരല്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിനു ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത്. നന്ദി.